നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. അന്തിക്കാട് മാവേലി സൂപ്പർ മാർക്കറ്റിന് മുന്നിലെ പഞ്ചായത്ത് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി നാട്ടിക വെള്ളാഞ്ചേരി നിധിൻ എന്ന വക്കാണം കുട്ടുവിനെ കാപ്പ ചുമത്തി നാടുകടത്തി. നാടെങ്ങും ലോകകപ്പ് ആവേശം. വിദ്യാലയങ്ങളിലും ലോകകപ്പിനെ വരവേൽക്കാൻ ആഘോഷത്തോടെ ഒരുങ്ങി. വാർത്തകൾ വിശദമായി. അന്തിക്കാട് മാവേലി സൂപ്പർ മാർക്കറ്റിന് മുന്നിലെ പഞ്ചായത്ത് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. മാസങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലെ കുഴികളിൽ മഴവെള്ളം നിറഞ്ഞതോടെ ഇതിലൂടെയുള്ള യാത്ര അപകടം നിറഞ്ഞതായി. ഇത് മാവേലി സ്റ്റോർ ഉൾപ്പെടെയുള്ള വ്യാപാര കേന്ദ്രങ്ങളിലെ കച്ചവടത്തെയും ബാധിച്ചിട്ടുണ്ട്. അന്തിക്കാട് പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് എക്സൈസ്, വെറ്റിനറി ഹോസ്പിറ്റൽ എന്നീ സ്ഥാപനങ്ങളിലേക്ക് അന്തിക്കാട് സെന്ററിൽ നിന്നുള്ള എളുപ്പവഴി കൂടിയാണ് വെള്ളക്കെട്ടിലമർന്ന് കിടക്കുന്നത്. മാവേലി സ്റ്റോറിലേക്ക് കാൽനടയായി വരുന്നവരാണ് കൂടുതൽ ദുരിതമനുഭവിക്കേണ്ടി വരുന്നത്. താൽക്കാലികമായി വെള്ളക്കെട്ടിനരികിലൂടെ കാൽനടയാത്രക്കാർക്കെങ്കിലും നടന്നുപോകാൻ കഴിയുന്ന സൗകര്യമെങ്കിലും ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നമ്മളുടെ ഈ റോഡ് കുറേ കാലമായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ സപ്ലൈകോൻ്റെ വഴിയാണിത്. പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്തിലേക്ക് പോകാനായിട്ട് ഉപയോഗിക്കുന്ന വഴിയും കൂടിയാണ്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് സ്ഥാപനങ്ങളും ഞങ്ങളതുപോലെ തന്നെ ടൂ വീലർമ വരുന്ന ആൾക്കാരും ഇവിടേക്ക് കസ്റ്റമേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പഞ്ചായത്തോ അധികാരികൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഇടപെട്ടിട്ട് ഈ റോഡൊന്ന് ഞങ്ങൾക്ക് നല്ല ഉപയോഗത്തിന് ഇതിനും കൂടി കുറച്ചും കൂടി നല്ല രീതിയിലാക്കി തരാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. മാവേലി സ്റ്റോറിൻ്റെ മുന്നിലുള്ള റോഡാണ് ഈ കാണുന്നത്. ആൾക്കാർക്ക് നടന്നു പോകാനോ ഒന്നിനും പറ്റില്ല. മുട്ടിനൊപ്പം വെള്ളമാണ്. ഇതൊരു ലേശം ഒരു വേഷം അടിച്ച് ആൾക്കാർക്ക് നടന്നു പോകാനുള്ളൊരു ഇതുണ്ടാക്കി തരാമെന്ന്. റൗഡിയും ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ നാട്ടിക വെള്ളാഞ്ചേരി വീട്ടിൽ നിധിൻ എന്ന വക്കാണം കുട്ടുവിനെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തി. റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG നാരായണൻ T ആണ് കാപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വലപ്പാട്, വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനുകളിലായി 3 വധശ്രമ കേസുകളിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതും, മയക്കുമരുന്ന് ഉപയോഗിച്ച 1 കേസ്, ആയുധ നിയമപ്രകാരമുള്ള 2 കേസ്, ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസ്, 4 അടിപിടി കേസുകൾ എന്നിങ്ങനെ 16 കേസുകളിൽ ഇയാൾ പ്രതിയാണ്. പഴുവിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിൽ പുതിയതായി പണി കഴിപ്പിച്ച സ്വിമ്മിംഗ് പൂളിന്റെയും ടർഫിന്റെയും ഉദ്ഘാടനം നടന്നു. ഗീതാ ഗോപി MLA ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അഭിലാഷ് KR അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ IM വിജയൻ, വെസ്റ്റ് ബംഗാൾ ഫുട്ബോൾ കോച്ച് ഡോക്ടർ ബിനോ ജോർജ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ, വാർഡ് അംഗങ്ങളായ നിത്യ ബിജു, ഉല്ലാസ് കണ്ണോളി, അഷിമ ജോഷി, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ശ്രീജ ബോസ്, കറസ്പോണ്ടന്റ് ധനജ സലീഷ്, PTA പ്രസിഡന്റ് PG ധന്യ തുടങ്ങിയവർ പങ്കെടുത്തു. ഫിഫ ലോകകപ്പിന്റെ ആവേശം കുട്ടികളിലേക്കും പൊതുസമൂഹത്തിലേക്കും എത്തിക്കുന്നതിനായി KGM സ്കൂൾ അന്തിക്കാട് സംഘടിപ്പിച്ച ഫിഫ ലോകകപ്പ് വിളംബര റാലി വർണ്ണാഭമായി. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റനും IRB കമാൻഡറുമായ CV പാപ്പച്ചൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് രാജ്യത്തിനു വേണ്ടി കളിച്ച ഓർമ്മകളും ലോകകപ്പ് വിശേഷങ്ങളും അദ്ദേഹം കുട്ടികളുമായി പങ്കുവച്ചു. PTA പ്രസിഡന്റ് ലിയോ P ജോർജ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഹെഡ്മാസ്റ്റർ ജോഷി D കൊള്ളനൂർ, റിട്ടയർഡ് അധ്യാപിക ഷൈനി ലോറൻസ്, PTA വൈസ് പ്രസിഡന്റ് അജീഷ അൻവർ എന്നിവർ സംസാരിച്ചു. ലോകകപ്പിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങളുടെ ദേശീയ പതാകകൾ ഉയർത്തിപ്പിടിച്ച് കുട്ടികൾ അണിനിരുന്നത് ചടങ്ങിന്റെ പ്രധാന ആകർഷണമായി. ബ്രസീൽ, അർജന്റീന, സ്പെയിൻ, പോർച്ചുഗൽ, ഇംഗ്ലണ്ട് തുടങ്ങി വിവിധ രാജ്യങ്ങളുടെ പതാകകളും ഫുട്ബോൾ താരങ്ങളുടെ ജേഴ്സികളും അണിഞ്ഞ് 600ഓളം വിദ്യാർത്ഥികൾ റാലിയിൽ പങ്കെടുത്തു. മെസ്സി, റൊണാൾഡോ, നെയ്മർ, ലമിൻ യമാൻ,
തുടങ്ങിയ ലോകപ്രശസ്ത താരങ്ങളുടെ ജേഴ്സികൾ ധരിച്ച കുട്ടികൾ ഫുട്ബോൾ ആവേശം പകർന്ന് സ്കൂൾ അങ്കണം നിറച്ചു. പഠനവുമായി ബന്ധപ്പെടുത്തി 2026 ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കുന്ന മുഴുവൻ രാജ്യങ്ങളുടെ പേരുകൾ, അവയുടെ പതാകകൾ തിരിച്ചറിയൽ, ഷൂട്ടൌട്ട് മത്സരം, വിജയിയെ പ്രവചിക്കൽ തുടങ്ങിയ മത്സരങ്ങൾ കുട്ടികൾക്കായി വിദ്യാലയം സംഘടിപ്പിക്കുന്നുണ്ട്. PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രഷിത ബിജി ജോയ്, ദേവി അനൂപ്, MPTA പ്രസിഡന്റ്, MPTA അംഗങ്ങൾ, പ്രോഗ്രാം കോർഡിനേറ്റർ റോഷ്നി ടീച്ചർ, ജോയ്സി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. അർജന്റീന ആൻഡ് ബ്രസീൽ ഫാൻസാണ് കൂടുതലൊന്നും അല്ലേ? പോർച്ചുഗലുണ്ടോ? നീ ഏതാ? പോർച്ചുഗൽ വെരി ഗുഡ്. എല്ലാവരും ഫാൻസ് ആണല്ലേ? എല്ലാവരും ടീമിന്റെ കളി കാണാറുണ്ടോ? പറ്റുമോ? കാണാൻ പറ്റില്ല. കാരണം എന്താണ്? നിങ്ങളെ സമയത്ത് ഉറങ്ങിയിരിക്കും. നിങ്ങൾക്ക് കളി കാണാൻ പറ്റില്ല. കാര്യം എന്തുകൊണ്ടാണ്? നിങ്ങളെ സമയത്തൊക്കെ പുലർച്ചെ 2 മണിക്കൊക്കെ ഇരുന്ന് കാണോ? ഓക്കെ, വെരി ഗുഡ്. ഏതായാലും വളരെ ഗംഭീരമായിട്ടാണ് ഇവിടെ ഇതിൻ്റെ വേൾഡ് കപ്പിൻ്റെ ആരംഭത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുന്നത്. കാരണം ഞാൻ പല സ്കൂളുകളിലും പലപ്പോഴായിട്ട് പോയിട്ടുണ്ട്. ഇത്രയും ആവേശം ഞാൻ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. എന്തായാലും തീർച്ചയായിട്ടും ഇതൊരു വൻ വിജയമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. CPI മുൻ നാട്ടിക മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം KB ജോഷി ബാബു, CPI താനും തെക്ക് ലോക്കൽ കമ്മിറ്റി അംഗം NK സന്തോഷ്, CPI വന്നേരിമാട് ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന KG സുധാകരൻ എന്നിവരും കുടുംബാംഗങ്ങളും CPMൽ ചേർന്നു. CPM ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം സിബിൻ C ബാബു അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KS മോഹൻദാസ്, MV മുകേഷ്, KR പ്രജിത്ത്, KC രമേശ്, OS സുബീഷ്, AS ജിംഷാർ, താന്യം തെക്ക് ലോക്കൽ സെക്രട്ടറി TV മദനമോഹനൻ, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ എന്നിവർ സംസാരിച്ചു. അതാണ് ഒരു പ്രത്യേകത. ഞാൻ നോക്കിയപ്പോൾ വന്ന ആളുകളൊക്കെ വളരെ സജീവമായ പ്രവർത്തകരാണ്. എന്താ ഞങ്ങളിനി ചെയ്യേണ്ടത്, എന്ത് പ്രവർത്തനമാണുള്ളത് എന്ന് ചോദിച്ചറിഞ്ഞ് ഇടപെടുന്ന ആളുകളായി മാറുകയാണ്. ബഹുജന സമക്ഷം ഏറ്റവും നന്നായി സാധാരണക്കാരന്റെ ദൈനംദിന ആവശ്യങ്ങൾക്കൊക്കെ ഒപ്പം നിൽക്കാൻ വേണ്ടി ഇടപെടുകയാണ് അവരൊക്കെ തന്നെ. ആ നിലയിലേക്ക് CPMനൊപ്പം വന്ന ആളുകൾ മുന്നേറുന്നു എന്നൊരു സവിശേഷത കൂടെ ഇവർക്കുണ്ട്. ജോഷി വരുന്ന സമയത്ത് നേരത്തെ സിബിൽ പറഞ്ഞല്ലോ, ജോഷിയുടെ വിശേഷമൊന്നും ഞാൻ പറയില്ല, ഇതൊക്കെ അറിയാവുന്നതാണ്, എല്ലാവർക്കും നേരിട്ട് അറിയുന്ന ആളാണ് ജോഷിയെ. ജോഷി ഈ സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്ന കാലം തൊട്ടേ എനിക്കറിയാം. വിദ്യാഭ്യാസ രംഗം തൊട്ട് അതിനുശേഷം പിന്നെ പാർട്ടി പ്രവർത്തനത്തേക്ക് വരുന്നതൊക്കെ എനിക്ക് നേരിട്ട് ഇങ്ങനെ എൻ്റെ കണ്ണിലൂടെ മിന്നി മറഞ്ഞു പോകുന്നുണ്ട്. നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം സജീവമായി നിന്നുള്ള ആളാണ് ജോഷി. CPIയുടെ ഭാഗമായി നിൽക്കുമ്പോൾ CPI ആയിട്ട് തന്നെ സജീവമായിട്ട് നിൽക്കാറുണ്ട്. പ്രവർത്തന രംഗത്തൊരു നിറവ് കാണിക്കാറുണ്ട്. അതായത് പ്രത്യേകത. കാഞ്ഞാണി സെന്റ് തോമസ് CGSൽ ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ലഹരിക്കെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് അഭിരാജ് കുട്ടികൾക്ക് പന്ത് കൈമാറി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് ജോളി ടീച്ചർ, അധ്യാപക പ്രതിനിധി ലിൻസി ടീച്ചർ എന്നിവർ സംസാരിച്ചു. വിവിധതരം ജേഴ്സികൾ അണിഞ്ഞ കുട്ടികൾ ആവേശത്തോടെ ഷൂട്ടൌട്ടിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026. കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ SSLC +2 എല്ലാ സിലബസുകളിലെയും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മെമ്മന്റോയും നൽകുന്നു. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും
നിങ്ങളുടെ കേരള വിഷൻ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. തിരികെ വാർത്തകളിലേക്ക്. ഫിഫ വേൾഡ് കപ്പിന് മണിക്കൂറുകൾ അവശേഷിക്കെ കമല നെഹ്റുവിൽ ഗോൾ മഴ. അർജന്റീനയുടെയും ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും ജേഴ്സി ധരിച്ച് വിദ്യാർത്ഥികൾ കൂടുതൽ ആവേശത്തോടെ കുരുന്നുകൾ ഗോൾ വിസ്മയം തീർത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഷിർഷാദ് അലി അരയങ്കര, പ്രിൻസിപ്പൽ NK സുരേഷ് കുമാർ, പ്രധാന അധ്യാപിക CB നിഷ, സീനിയർ അധ്യാപകരായ ഷീജു MG, ഷീന പോൾ, റൈജു പോൾ, PP ജിഷ എന്നിവർ ഗോൾ വിസ്മയം തീർക്കുവാൻ മുൻപന്തിയിലുണ്ടായിരുന്നു. കായികാധ്യാപകൻ മെറിൻ C ചിന്നൻ, മാനേജ്മെന്റ് പ്രതിനിധി VD സന്ദീപ് എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബഹ്റൈൻ ലുലുവിൽ 20 വർഷത്തിനിടയിൽ ജോലി ചെയ്തിരുന്നവരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. നാട്ടിക ബീച്ച് സൊസൈറ്റി ഹാളിൽ നടന്ന സംഗമത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. സംഗമത്തിൽ ഇൻസാഫ് മുസ്ലിയ, സയ്യിദ് കണ്ണൂർ, ബിജേഷ് തൃശൂർ, കബീർ കോട്ടയ്ക്കൽ, നസീർ താന്യം, ബദറുദ്ദീൻ നാട്ടിക, ഫൈസൽ കൊണ്ടോട്ടി, ബിജു നാട്ടിക, ഷർഫുദ്ദീൻ വാടാനപ്പള്ളി, ഷക്കീർ കാസർഗോഡ്, മുസ്തഫ മഞ്ചേരി, റഫീഖ് സഖാഫി, സലീം ആദൂർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ഇനം കലാപരിപാടികളും നടന്നു. തൃപ്രയാർ ബ്രസീൽ ഫാൻസിന്റെ നേതൃത്വത്തിൽ തൃപ്രയാർ കനോലി കനാലിൽ നെയ്മറുടെ കൂറ്റൻ കട്ടൗട്ട് സ്ഥാപിച്ചു. തൃപ്രയാർ പാലത്തിന് സമീപമാണ് നെയ്മറുടെ കട്ടൗട്ട് സ്ഥാപിച്ചത്. അബി, ഗോകുൽ, അനന്തു രാമചന്ദ്രൻ, വൈശാഖ്, ശ്യാം, ജിത്ത്, സധി എന്നിവർ ചേർന്നാണ് കട്ടൗട്ട് സ്ഥാപിച്ചത്.
തൃപ്രയാർ ലെമർ പബ്ലിക് സ്കൂളിൽ കിൻഡർ ഗാർട്ടൻ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം 2 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളോടെ നടത്തപ്പെട്ടു. പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം രാജ്യസഭാ അംഗവും സുപ്രീം കോടതി വക്കീലുമായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ഉദ്ഘാടനം ചെയ്തു. പെർസ്പെക്റ്റീവ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ എം.എ. ഷൗക്കത്ത് അലി അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ഗെയ്നി മൈക്കിൾ, സെക്രട്ടറി കെ അബ്ദുൽ ലത്തീഫ്, ട്രഷറർ ഇ.എ. ഹാരിസ്, മാനേജർ മുഹമ്മദ് അലി IT, ട്രസ്റ്റ് മെമ്പർമാരായ കെ.എ. അഷ്റഫ് അലി, മുഹമ്മദ് ഹുസൈൻ, വൈസ് പ്രിൻസിപ്പൽ സുവിധ CS, കോർഡിനേറ്റർമാർ, കിൻഡർ ഗാർട്ടൻ വിഭാഗം മേധാവി പുഷ്പ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. പുതിയതായി വിദ്യാലയാങ്കണത്തിൽ പ്രവേശിച്ച കുരുന്നുകളെ പപ്പറ്റ് ഡാൻസും സമ്മാന പൊതികളുമായാണ് അധ്യാപകർ സ്വീകരിച്ചത്. രാവിലെയുള്ള ഈ സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലൊരു ഉത്സവ ചായയുള്ള ഒരു ദിവസമാണെന്ന് എനിക്കറിയാം. കാരണം മാതാപിതാക്കൾ എന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും കടന്നു പോയിട്ടുള്ള ഒരു സമയമാണ് ഇതെന്ന് പറയുന്നത്. കാരണം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കൾ, അതായത് 3 വയസ്സും 4 വയസ്സുമായിട്ടുള്ള മക്കളെ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് പുറത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഏൽപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും സംബന്ധിച്ച് ഇനിയിപ്പോൾ അവരുടെ ജീവിതത്തിൽ നല്ലൊരു ഭാഗം ഏകദേശം 12-14 കൊല്ലത്തോളം ചിലപ്പോൾ അവർ ഈ സ്കൂളിൻ്റെ ഈ ക്യാമ്പസിൽ തന്നെ ആയിരിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെയുള്ള ഒരു ശുഭമുഹൂർത്തത്തിൽ കണ്ടുമുട്ടുന്ന നമ്മൾക്ക് ഒരു വലിയൊരു സന്തോഷത്തിന് തന്നെ ഇട നൽകുന്ന ഒരു സമയമാണിത്. നവപ്രതിഭകളെ ഊഷ്മളമായി സ്വാഗതം ചെയ്ത് CSM കിൻഡർ ഗാർട്ടനിൽ pre-KG LKG ക്ലാസുകൾ ആരംഭിച്ചു. ചെയർപേഴ്സൺ സഫിയ റഹ്മാന്റെ അധ്യക്ഷതയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ M. ദിനേഷ് ബാബു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെത്തിയ നവാതിഥികളെ സമ്മാനങ്ങൾ നൽകി സ്വീകരിച്ചു. PTA പ്രസിഡന്റ് ഇർഷാദ് ചേറ്റുവ, സെക്രട്ടറി CM നൌഷാദ്, മാനേജർ PK ഹൈദരാലി, വൈസ് ചെയർമാൻ CM മുഹമ്മദ് ബഷീർ, ജോയിന്റ് സെക്രട്ടറി CM സൈഫുദ്ദീൻ, KG കോർഡിനേറ്റർ KT രമ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും കലാപരിപാടികൾ അവതരിപ്പിച്ചു. രക്ഷിതാക്കളെ അനുമോദിക്കുകയാണ്. കാരണം നിങ്ങൾ CSM തെരഞ്ഞെടുത്തതിൽ കാരണം ഇന്ന് വിദ്യാഭ്യാസം ഒരുപാട് മാറ്റങ്ങളിൽ കൂടെ കടന്നുപോയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഒരു 10 കൊല്ലം മുമ്പത്തെ KG പഠനമോ അല്ലെങ്കിൽ മൊത്തം സ്കൂൾ വിദ്യാഭ്യാസം ഒരു 10 വർഷം മുമ്പത്തെ രീതിയിൽ നല്ല നടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരുന്നത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനമാണ് വിദ്യാഭ്യാസത്തിൽ ഇന്നുള്ളത്. അത് അനിവാര്യമാണ് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം. അപ്പൊ അത് ഏറ്റവും നല്ല രീതിയിൽ ആ മാറ്റങ്ങൾക്ക് അനുസൃതമായി കുട്ടികളെ രൂപപ്പെടുത്തുന്ന ഭാവിയിലേക്കായി തയ്യാറെടുപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുൻപന്തിയിലാണ് CSM. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എത്തിച്ചേർന്നുള്ള ഓരോ രക്ഷിതാക്കളെയും ആദ്യമായിട്ട് ഞാൻ അനുമോദിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ദിവസം നമ്മുടെ കൊച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ദിവസങ്ങളിൽ ഒന്നാണ്. ഇനിയൊരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്ക്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം.
വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. തിരികെ വാർത്തകളിലേക്ക്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ SSLC+2 ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തൃശൂർ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ബിജു അശോകൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സജിനി മുരളീരാജ് അധ്യക്ഷത വഹിച്ചു. ദേവദാസ് AK, 1ാം വാർഡ് മെമ്പർ സനി രാജു, സെന്തിൽ കുമാർ PV, ലാൽ ഊണുങ്ങൽ, നിഖിൽ UD, മനീഷ്, വിജയ്കുമാർ NK എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. ഇന്ന് നമുക്കറിയാം, ഇന്ന് നമ്മൾ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ എൻ്റെ മകളും 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടി. അതിനൊരു സന്തോഷത്തിലായിരുന്നു ഞാനും. കഴിഞ്ഞ വർഷം കുറേ A+ൻ്റെ സന്തോഷം പലയിടത്തു നിന്നും അവാർഡൊക്കെ കിട്ടി നമുക്ക്. അതുപോലെ തന്നെ അതിനു മുമ്പ് അവൾക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇംഗ്ലീഷ് കഥാരചനയിലും സമ്മാനം നേടി സംസ്ഥാനത്ത്. അപ്പോൾ അതും വളരെ സന്തോഷം നൽകിയൊരു കാര്യമാണ്. അപ്പോൾ എനിക്കറിയാം, ഒരു രക്ഷിതാവ് എന്ന നിലയിൽ എത്രത്തോളം അഭിമാനപൂരിതരായിട്ടായിരിക്കും നമ്മളിവിടെ ഓരോരുത്തരും വന്നിരിക്കുക എന്നുള്ളതും എനിക്കറിയാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള അഭിമാനത്തിൻ്റെ ഉത്തംഗത്തിൽ നിൽക്കുന്ന നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ആദ്യമേ തന്നെ ആശംസ അറിയിക്കുകയാണ്. ഇനിയും അവർ നല്ല രീതിയിലേക്ക് പഠിക്കട്ടെ. കയ്പമംഗലം 5ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരം 2026 സംഘടിപ്പിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വാർഡിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അനുമോദനവും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അക്ഷരോന്നതി പദ്ധതിക്കായി നൽകിയ പുസ്തകങ്ങളുടെ ഏറ്റുവാങ്ങലും നടത്തി. കയ്പമംഗലം ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ മുഖ്യാതിഥിയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫാത്തിമ അനസ്, പഞ്ചായത്ത് അംഗങ്ങളായ രശ്മി ശ്രീജിത്ത്, ലുബ്ന ജിനോ,
സന്ധ്യ രവീന്ദ്രൻ, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ CJ പോൾസൺ, KV കുഞ്ഞി മുഹമ്മദ്, KV അബ്ദുൽ മജീദ്, രാമകൃഷ്ണൻ, PL പോൾസൺ, വസന്തകുമാർ കരിമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞിരപ്പറമ്പിൽ ബാബുവും കുടുംബവും മകൻ കെവിൻ രാജിന്റെ അനുസ്മരണാർത്ഥം അക്ഷരോന്നതി പദ്ധതിക്കായി നൽകിയ പുസ്തകങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി PD പരമേശ്വരൻ ഏറ്റുവാങ്ങി. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ലഭിക്കുന്ന ആദരവുകൾ വലിയ രീതിയിൽ അവർക്ക് പ്രോത്സാഹനം നൽകുന്ന ഒന്നാണ്. നമുക്കറിയുന്നത് പോലെ വിദ്യാഭ്യാസത്തിൽ ഒരു പ്രധാനപ്പെട്ട 2 ആദ്യഘട്ടങ്ങളിൽ അതിൻ്റെ കടമ്പ കടക്കുകയാണ്. നമ്മൾ SSLCയും പിന്നെ +2. അതിനുശേഷം നിരവധിയായിട്ടുള്ള കോഴ്സുകൾ ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തുണ്ട്. നമുക്കറിയാം, നേരത്തേതുപോലെ ഡിഗ്രി കോഴ്സുകൾ മാത്രമല്ല, ഡിഗ്രിയിൽ തന്നെ നിരവധിയായിട്ടുള്ള കോഴ്സുകളുണ്ട്. പ്രൊഫഷണൽ മേഖലയിലേക്ക് പോകാനുള്ള സാധ്യതകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഈ 2 SSLCയും +2 ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. അവർക്ക് ഏറ്റവും സ്വീകാര്യമെന്ന് തോന്നുന്ന കോഴ്സുകളിലേക്ക് കടക്കാനുള്ള അവസരം. ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് കിക്ക് ഓഫ് കുറിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ആവേശക്കടലായി മാറിയിരിക്കുകയാണ് ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 അൺഎയ്ഡഡ് വിഭാഗം. തങ്ങളുടെ ഇഷ്ട ടീമുകളുടെയും താരങ്ങളുടെയും ജേഴ്സികൾ അണിഞ്ഞ് വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ച് നടത്തിയ വർണ്ണാഭമായ ആഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. തോരാതെ പെയ്ത മഴയെപ്പോലും അവഗണിച്ച് നാസിക് ഡോളിന്റെ ചടുല താളങ്ങൾക്കൊത്ത് വിദ്യാർത്ഥികൾ നൃത്തം ചവിട്ടിയപ്പോൾ സ്കൂൾ പരിസരം മുഴുവൻ ആവേശം നിറഞ്ഞു. ഫുട്ബോൾ പ്രേമത്തിന്റെ അതുല്യ കാഴ്ചകളാണ് സ്കൂൾ അങ്കണത്തിൽ അരങ്ങേറിയത്. വിവിധ രാജ്യങ്ങളുടെ പതാകകൾ വീശിയും മുദ്രാവാക്യങ്ങൾ മുഴക്കിയും വിദ്യാർത്ഥികൾ ലോകകപ്പ് ആഘോഷത്തിന്റെ ഭാഗമായപ്പോൾ അധ്യാപകരും ആവേശത്തോടെ പങ്കുചേർന്നു. ലോകകപ്പിനെ വരവേൽക്കുന്നതിനായി സ്കൂൾ അങ്കണം മുഴുവൻ വർണ്ണപ്പകിട്ടാർന്ന കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. വിവിധ ടീമുകളുടെയും സൂപ്പർ താരങ്ങളുടെയും കൂറ്റൻ ഫ്ലക്സുകൾ സ്ഥാപിച്ചും പതാകകൾ കൈയിലേന്തിയും ഫുട്ബോൾ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. ഓരോ ക്ലാസ് മുറികളും ഫുട്ബോൾ പ്രമേയത്തിലുള്ള അലങ്കാരങ്ങളാൽ ശ്രദ്ധേയമായി. കോഴിക്കോട് എയർപോർട്ട് SI സാൻഡോ തട്ടിൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ VV സുവീഷ്, പ്രിൻസിപ്പൽ VB സജിത് എന്നിവർ സംസാരിച്ചു. വേണമെങ്കിൽ യൂട്യൂബിൽ ചെക്ക് ചെയ്യാം. ഇന്ത്യയിൽ ഒരു സ്കൂളും ഇതേപോലെ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. സത്യം. എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ഇത് യൂട്യൂബിലിട്ടോ, ഇത് എവിടെ എത്തുന്നു നമുക്കറിയാം കേട്ടോ. അതേപോലെ ഇത് ഉണ്ടാക്കാനും ഈ ഒരു പരിപാടി ഇവിടെ അവതരിപ്പിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുന്ന ഒരാളാണ് നിങ്ങളുടെ മാഷ് ഗിരീഷ് മാഷ്. അല്ല, ഓക്കെ. കാരണം 2 ദിവസം മുന്നേ ഞങ്ങളുടെ ഗ്രൗണ്ടിൽ, ഞങ്ങളുടെ ഗ്രൗണ്ടുണ്ട്, ആ ഗ്രൗണ്ടിൽ മുട്ടോളം വെള്ളത്തിൽ ഞങ്ങളൊരു കളി നടത്തി കഴിഞ്ഞ ദിവസം. കാരണം അത് കണ്ടക്ട് ചെയ്തതും ഈ ഗിരീഷ് മാഷാണ്. കാരണം അദ്ദേഹത്തിന് ഒരു ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു ജീവൻ. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പിന്നെ മനസ്സിലായത് നിങ്ങളുടെ HM മോശക്കാരനല്ല. തളിക്കുളം CMS UP സ്കൂളിലെ KG വിഭാഗത്തിന്റെ പ്രവേശനോത്സവം സോഷ്യൽ മീഡിയ താരം റിജാസ് KA ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സുമന ജോഷി അധ്യക്ഷയായി. ആശ ടീച്ചർ, പ്രധാന അധ്യാപകൻ ബിനോയ് മാസ്റ്റർ, ജയചന്ദ്രൻ, സൽമ, രഞ്ജിത്ത്, പ്രീതു, നിവേദ ടീച്ചർ എന്നിവർ സംസാരിച്ചു. എല്ലാരും നല്ല കുറുമ്പന്മാരും കുറുമ്പികളാണോ? വാടാനപ്പള്ളി യൂത്ത് ലീഗ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ഉദ്ഘാടനം ചെയ്തു.
SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ലൈബ്രറി സ്ഥാപക പ്രവർത്തകനായ PU വിജയൻ സ്മാരക എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് KP ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൃത്തല്ലൂരിലെ 4 സ്കൂളുകളിൽ നിന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 32ഓളം വിദ്യാർത്ഥികൾക്ക് ഇയാനി ഞായക്കാട്ട് വിജയൻ സ്മാരക പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൊമേഴ്സിൽ ഡോക്ടറേറ്റ് നേടിയ PS നിഷയെ ചടങ്ങിൽ ആദരിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ, ലൈബ്രറി സെക്രട്ടറി CS വിനോദൻ, ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP വിനോദ് കുമാർ, ലൈബ്രറിയൻ KM രജനി, CS സജീഷ്, AR ജെയ്മി, AR പ്രസാദ്, പ്രസന്നൻ കോഴിപ്പറമ്പിൽ, IT അബ്ദുള്ള, പ്രകാശൻ ചുള്ളിയിൽ, ഷീല പനക്കപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. അടുത്ത തലമുറയിലേക്ക് കൈമാറേണ്ടതിന്റെ ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിന് ഇനി വരുന്ന തലമുറ കൂടി നമ്മളുടെ ഭാഗമാക്കാവേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിലൂടെ നമ്മളിപ്പോൾ നിരവധിയായിട്ടുള്ള SSLC +2 വിജയികൾക്ക് നമ്മൾ സമ്മാനദാനം അടക്കമുള്ള പരിപാടികളാണ് അവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ മിടുക്കരായ വിദ്യാർത്ഥികളെയും ഊഷ്മളമായ അഭിനന്ദനങ്ങൾ. ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാടാനപ്പള്ളി മേഖല ജില്ലാതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സജീവ് വസ്ദിനി അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജീസൻ AV, സംസ്ഥാന ഫോട്ടോ ക്ലബ് സബ് കോർഡിനേറ്റർ ശിവാനന്ദൻ PV, ജില്ലാ ട്രഷറർ സുനിൽ ബ്ലാക്ക്സ്റ്റോൺ, ജില്ലാ ഇൻഷുറൻസ് കോർഡിനേറ്റർ നിസാർ, ജില്ലാ ജീവകാരുണ്യ കൺവീനർ വേണു വെള്ളാങ്കല്ലൂർ, മേഖലാ പ്രസിഡന്റ് സുരേഷ് CS, ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ ഷിബു PV, വാടാനപ്പള്ളി മേഖലാ പ്രസിഡന്റ് സുരേഷ് CS തുടങ്ങിയവർ സംസാരിച്ചു. 1ാം സ്ഥാനം നേടിയ ചാലക്കുടി മേഖലയ്ക്കുള്ള ട്രോഫി സംസ്ഥാന സെക്രട്ടറി ടൈറ്റസ് CG, ക്യാഷ് പ്രൈസ് ജില്ലാ ട്രഷറർ സുനിൽ ബ്ലാക്ക്സ്റ്റോൺ എന്നിവരിൽ നിന്നും ചാലക്കുടി ടീം അംഗങ്ങളും ഭാരവാഹികളും ചേർന്ന് ഏറ്റുവാങ്ങി. റണ്ണേഴ്സപ്പായ വടക്കാഞ്ചേരി മേഖലയ്ക്കുള്ള ട്രോഫിയും ക്യാഷ് പ്രൈസും സംസ്ഥാന സാന്ത്വനം ജനറൽ കൺവീനർ അനിൽ തുമ്പയിൽ നിന്ന് വടക്കാഞ്ചേരി ടീം അംഗങ്ങളും ഭാരവാഹികളും ചേർന്ന് ഏറ്റുവാങ്ങി. 3ാം സ്ഥാനം കരസ്ഥമാക്കിയ ചേലക്കര മേഖലയ്ക്കുള്ള ട്രോഫി സംസ്ഥാന സ്കൂൾ ഓഫ് ഫോട്ടോഗ്രാഫി ഡയറക്ടർ ജനീഷ് പാമ്പൂരിൽ നിന്നും ചേലക്കര ടീം അംഗങ്ങളും ഭാരവാഹികളും ചേർന്ന് ഏറ്റുവാങ്ങി. അപ്പം അടുത്തൊരു ദിവസം നടക്കാൻ പോകുന്ന ലോകകപ്പിന്റെ അപ്പൊ ഇഷ്ട ടീമിന്റെ ഫ്ലക്സുകളാണ് നമ്മുടെ നാട്ടിൻപുറം നിറയെ. എവിടെ നോക്കിയാലും അവരുടെ ഓരോരുത്തരുടെയും ഇഷ്ട ടീമിന്റെ ഫ്ലക്സുകൾ. അപ്പോ അതിന്റെ പ്രാധാന്യവും ആവേശമൊക്കെ അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇത്തരം ടൂർണമെന്റ് ഒക്കെ സംഘടിപ്പിക്കുന്നത് അവർക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. ഇനി വിദ്യാലയങ്ങളിലൂടെ 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര നിറവിൽ വിദ്യാലയങ്ങൾ. വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള TMC ഗ്രാമ്യ 9ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ്. നമുക്ക് വിദ്യാലയത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. മണലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഞാൻ. എൻ്റെ പേര് ജിജി. ഈ സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭ്യമാകുന്നുണ്ട്. അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്കുണ്ട്. എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും മനോഹരമായൊരു ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർക്ക് ലഭ്യമാണ്. ഏറ്റവും നിലവാരമുള്ള യോഗ്യതയുള്ള അധ്യാപകർ ഇവിടെ ഉണ്ട്. എല്ലാ തരത്തിലും കുട്ടികൾക്ക് സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും വികസിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇന്ന് ഈ സ്കൂളിലുണ്ട്. ടെസ്സി റോസ് മുണ്ടശ്ശേരി, മണലൂർ GHSS സ്കൂളിൻ്റെ പ്രഥമാധ്യാപികയാണ്. 2026 SSLC അധ്യയന 2026 അധ്യയന വർഷത്തിലെ SSLC ഉന്നത വിജയം നേടുകയുണ്ടായി.
കുട്ടികൾക്ക് ലഭ്യമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അവർക്ക് സാധിക്കാവുന്ന പരമാവധി ഉയർന്ന നിലവാരത്തിലേക്ക് അവരെ ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം ഒരുവിധം കൈവരിക്കാനായി എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഫുൾ A+ ഉൾപ്പെടെയുള്ള ഉയർന്ന വിജയത്തിന് കുട്ടികൾ അർഹത നേടുകയുണ്ടായി. നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾ അവരുടെ സാഹചര്യങ്ങളിൽ അവർക്ക് സാധിക്കാവുന്ന മാക്സിമം പരിശ്രമം ചെയ്യുകയും ഉന്നതമായ വിജയം ഫുൾ A+ ഉൾപ്പെടെ നേടുകയുണ്ടായി. വരും വർഷങ്ങളിൽ ഉയർന്ന വിജയം നേടുന്നതിനുള്ള പരിശ്രമങ്ങൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം, ഞാൻ രാകേഷ് കണിയാമ്പറമ്പിൽ, മണലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്. ഗ്രാമ്യ പുരസ്കാരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട്, അവാർഡ് ദാനത്തിൻ്റെയും പുരസ്കാരത്തിൻ്റെയും ഭാഗമായിക്കൊണ്ട് എല്ലാ വർഷവും മണലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഒട്ടനവധി ക്യാഷ് അവാർഡുകളും അതുപോലെ തന്നെ മൊമെന്റുകളും സമ്മാനങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. തുടർന്നും അത്തരത്തിലുള്ള അവാർഡ് മണലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭ്യമാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. മണലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ ഏറ്റവും മികച്ച ഒരു വിദ്യാലയമാണ് മണലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. കഴിഞ്ഞ 14 വർഷക്കാലമായി ഉന്നത വിജയം തന്നെ നേടാൻ SSLC പരീക്ഷയിലും +2 പരീക്ഷയിലും ഉന്നത വിജയം നേടാൻ വേണ്ടിയിട്ട് മണലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നല്ല അടിസ്ഥാന സൗകര്യവും അതോടൊപ്പം തന്നെ നല്ല ഗ്രൗണ്ടും നല്ല ഓഡിറ്റോറിയം, ഇൻഡോർ ഓഡിറ്റോറിയം ഒക്കെയുള്ള ഹൈടെക് ക്ലാസ് റൂമുകളുള്ള ഒരു വിദ്യാലയമാണ് മണലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നറിയപ്പെടുന്ന ഈ വിദ്യാലയം. ഈ വിദ്യാലയത്തിന് ഇക്കഴിഞ്ഞ പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും ഗ്രാമ്യയുടെ അവാർഡും അതുപോലെ തന്നെ പുരസ്കാരവും മണലൂർ ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾക്ക് ലഭ്യമാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ഗ്രാമ്യയ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തകർക്കും മണലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ PTA-യുടെയും സ്കൂളിൻ്റെയും എല്ലാ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. എൻ്റെ പേര് ദേവരാജ്. ഞാൻ ഇവിടെ GHSS മണലൂരിലാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ്സിൽ എനിക്ക് ഫുൾ A+ കിട്ടുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇവിടുത്തെ ടീച്ചർമാരുടെയും സ്കൂളിൻ്റെയൊക്കെയും സപ്പോർട്ട് നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഫുൾ A+ നേടാൻ കഴിഞ്ഞത്. വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നായാലും നല്ലോണം സപ്പോർട്ട് ഉണ്ടായിരുന്നു. സ്കൂളിന് എൻ്റെ വക നന്ദി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവിനെ ആഹ്വാനം ചെയ്ത ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് വന്ന് ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ക്ഷേത്രത്തിനോടനുബന്ധമായി സ്ഥാപിതമായ കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. നമുക്ക് വിദ്യാലയത്തിലെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ്. എൻ്റെ പേര് പ്രീത പി രവീന്ദ്രൻ. നമ്മുടെ സ്കൂളിൽ +2-ന് 110 കുട്ടികളാണ് അറ്റൻഡ് ചെയ്തത്. നമ്മുടെ സ്കൂളിലേക്ക് ഈ മക്കൾ നല്ല രീതിയിൽ പഠിച്ചു. എല്ലാം PTA, മാനേജ്മെൻറ്റ്, ടീച്ചേഴ്സ് എല്ലാവരും പ്രോത്സാഹിപ്പിച്ചാണ് നമുക്ക് ഈ കുറി 86% കിട്ടിയിരിക്കുന്നത്. കോമേഴ്സ് വിഭാഗം 87%, പിന്നെ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം 84% നമ്മൾ കരസ്ഥമാക്കിയത്. നമ്മുടെ ഈ ഒരു ഗ്രാമ്യ ചാനൽ നമ്മുടെ മക്കൾക്ക് അവാർഡ് നൽകുന്നുണ്ട്. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. എല്ലാ മക്കൾക്കും ഇനിയും അവർ ഉന്നതങ്ങളിൽ എത്തട്ടെ എന്നും ഈ ചാനലും ഇനിയും മുന്നോട്ട് പോകട്ടെ എന്നും നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു അവാർഡ് ലഭിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമസ്കാരം, ഞാൻ SNGS HSS കാരമുക്ക് സ്കൂളിലത്തെ HM ആണ്. ജയന്തിയാണ് എൻ്റെ പേര്. നമുക്ക് ഈ വർഷവും SSLC 2025-26 ബാച്ചിലത്തെ കുട്ടികളിൽ 100% വിജയം കരസ്ഥമാക്കി. SSLC പരീക്ഷയിൽ ഞങ്ങളെ സ്കൂളിൽ 10 കുട്ടികൾക്കാണ് ഫുൾ A+, 5 കുട്ടികൾക്ക് 9 A+,
7 കുട്ടികൾക്ക് 8 A+ കിട്ടിയിട്ടുണ്ട്. TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം ലഭിച്ചതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. TMC ഭാരവാഹികളോട് ഞങ്ങളെ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ദീപ. ഞാൻ ഇവിടെ ഹയർ സെക്കൻഡറിയിലെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടീച്ചറാണ്. ഞങ്ങളുടെ സ്കൂളിന് ഇത്രയും വലിയൊരു വിജയം കിട്ടിയതിൽ വളരെയധികം അഭിമാനിക്കുന്നു. അതായത് 90% എബോവ് തന്നെ ഒരുപാട് കുട്ടികളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കഴിവിനനുസരിച്ച് അവരെ ഉയർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയധികം വിജയം കിട്ടിയതിൽ ഒരുപാട് അഭിമാനിക്കുന്നു. എൻ്റെ പേര് ഷീജ. ഞാൻ കൊമേഴ്സിൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. എൻ്റെ സബ്ജക്റ്റ് ഹിന്ദിയാണ്. കുട്ടികളുടെ ഈ ഇത്രയും വലിയൊരു വിജയത്തിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. പിന്നെ കുട്ടികളുടെ ഹാർഡ് വർക്കും ഞങ്ങളുടെ പരമാവധി, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പരമാവധി അവർക്ക് വേണ്ട കാര്യങ്ങൾ സഹായിച്ചു കൊടുത്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ ഹാർഡ് വർക്കും കൂടിയായപ്പോൾ ഞങ്ങൾക്ക് ഭേദപ്പെട്ട ഒരു റിസൾട്ട് ഉണ്ടാവാൻ സാധിച്ചു. 90% എബോ 80% എബോ ഒക്കെ ഒരുപാട് കുട്ടികളെ ഞങ്ങളുടെ സ്കൂളിന് വേണ്ടി വാങ്ങിത്തരാൻ സാധിച്ചു. അതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട്. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ വർഷത്തെ SSLC +2 വിജയം വളരെ നല്ല രീതിയിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ച ഈ സ്കൂളിൻ്റെ ടീച്ചേഴ്സ്, കൂടാതെ PTA, രക്ഷിതാക്കൾ, കുട്ടികൾ എല്ലാവരുടെയും വളരെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് മണലൂർ പഞ്ചായത്തിൽ നല്ല വിജയ ശതമാനം ഈ സ്കൂളിൽ നേടിയെടുക്കാൻ സാധിച്ചത്. സ്ട്രിക്റ്റായ വാല്യുവേഷൻ ഉണ്ടായിരുന്നിട്ടും കൂടി 10 ഫുൾ A+ നമ്മുടെ കുട്ടികൾക്ക് നേടാനായിട്ട് സാധിച്ചത് വലിയൊരു നേട്ടമാണ്. കൂടാതെ +2 വർഷങ്ങളായി നമ്മൾ വളരെ വിജയശതമാനം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ ഈ വർഷം ടീച്ചേഴ്സിൻ്റെ എല്ലാം കുട്ടികളുടെ എല്ലാം കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിക്കൊണ്ട് കോമേഴ്സിൽ 1 A+, 1 ഫുൾ A+, കമ്പ്യൂട്ടർ സയൻസിൽ 3 ഫുൾ A+ നേടാൻ സാധിച്ചു. അങ്ങനെ 85.5% റിസൾട്ടാണ് നമ്മൾക്ക് +2 നേടാൻ സാധിച്ചത്. അത് വലിയൊരു നേട്ടമാണ്. ഒരു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂൾ വലിയ ഫുൾ A+കാരൊന്നും 10 ഫുൾ A+ നേടിയ കുട്ടികളൊന്നല്ല നമ്മുടെ സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ സ്വപ്രയത്നം കൊണ്ട് ഇത്രമാത്രം വിജയം നേടിയെടുത്തത് ഈ സ്കൂളിൻ്റെ ടീച്ചേഴ്സിൻ്റെയും PTA പ്രയത്നഫലമാണ്. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ പരിസരത്തുള്ള വ്യക്തിത്വങ്ങൾ, പ്രധാനപ്പെട്ട പ്രവർത്തകർ, ഇവരെല്ലാവരും നമ്മുടെ സ്കൂളിന് വേണ്ടി, ശ്രീനാരായണ ഗുപ്ത സമാജ സ്കൂളിന് വേണ്ടി വളരെയധികം സഹായ സഹകരണങ്ങൾ നൽകുന്നുണ്ട്. വീണ്ടും നല്ല രീതിയിലുള്ള വിജയശതമാനം നമുക്ക് ലഭിക്കട്ടെ എന്നും ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്തേ. എൻ്റെ പേര് സ്റ്റീവൻ. ഞാനിവിടെ പഠിച്ചതാണ്. +2 ഇപ്പോൾ ഫുൾ A+ കിട്ടി. അപ്പോൾ ഇതെൻ്റെ മാത്രം ഒരു വിജയമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ടീച്ചേഴ്സ് അതിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ കുറേ മെറ്റീരിയൽ ആയാലും കുറേ കാര്യങ്ങളായാലും ടീച്ചർമാരുടെ ഭാഗത്തു നിന്ന് എല്ലാ സഹകരണവും ഉണ്ടായിട്ടുണ്ട്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഓരോ കുട്ടീനും ടീച്ചർമാരിങ്ങനെ സ്പെഷ്യലായിട്ട് നോക്കും. ഇങ്ങനെ ആ കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ കുട്ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ടീച്ചർമാരെല്ലാതും ചെയ്യണത്. അപ്പോൾ അതിൽ കിട്ടിയെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ പേര് മെഹറിൻ PM. ഞാനിവിടെ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിലാണ് പഠിച്ചത്. എനിക്ക് പറയുമ്പോൾ ഞാൻ എല്ലാതും ഒറ്റക്കാണ് പഠിക്കാറ്. എനിക്കെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ മിക്ക സമയത്തും ഞാൻ ഒറ്റക്ക് അധ്വാനിച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത്. എല്ലാവരും ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉമ്മ അങ്ങനെ പഠിക്കാനൊന്നും പറയാറില്ല, ഞാൻ തന്നെ അങ്ങനെ പഠിച്ചിട്ടാണ് എല്ലാതും ഇങ്ങനെയൊക്കെ എത്തിച്ചത്. ടീച്ചേഴ്സും കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സ് ഇങ്ങനെ എല്ലാതും ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്, എല്ലാതും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഞാനും കൂടി നന്നായിട്ട് അധ്വാനിച്ചിട്ടാണ് ഇത്രയ്ക്കും എത്തിയെന്ന് ഞാൻ പറയാനുള്ളൂ. ഹലോ, എൻ്റെ പേര് കൃഷ്ണേന്ദു. ഞാൻ SNGS കാരമുക്കിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് 10 A+ കിട്ടി. ഇവിടുത്തെ ടീച്ചർമാരുടെ സപ്പോർട്ടും HMൻ്റെ സപ്പോർട്ടും മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് കാരണം ഞങ്ങൾക്ക് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. ഞങ്ങൾക്ക് മുടക്കുള്ള ദിവസങ്ങളിൽ വരെ ടീച്ചർമാർ ഓരോരുത്തരെ ഒരു 5 കുട്ടികളെ വരെ ആക്കി വെച്ച് ഞങ്ങളെ വിളിച്ച് ഇരുത്തി പഠിപ്പിക്കുമായിരുന്നു. അത്ര സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യമൊക്കെ ഞങ്ങൾ എന്തോ പ്രാവശ്യം വീണ്ടും ചോദിച്ചാലും പറഞ്ഞുതരും. അപ്പോൾ TMC ഗ്രാമയുടെ വിദ്യാഭ്യാസ പുരസ്കാരം ലഭിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. എൻ്റെ പേര് SL തോമസ്. ഞാൻ ഇവിടെ SNGS സ്കൂളിലാണ് പഠിച്ചിരുന്നത്. നമ്മൾക്ക് 6 പേർക്കും ഇവിടെ ഫുൾ A+ കിട്ടിയതാണ്. ടീച്ചർമാരെല്ലാവരും ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു. സപ്പോർട്ട് ചെയ്ത എല്ലാ ടീച്ചർമാർക്കും നന്ദി.
വലപ്പാട് ആനവിഴുങ്ങി കാട്ടിക്കോലോത്ത് സുബ്രന്റെ ഭാര്യ കാർത്തു അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം വലപ്പാട് പൊതുശ്മശാനത്തിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്തിക്കാട് മാവേലി സൂപ്പർ മാർക്കറ്റിന് മുന്നിലെ പഞ്ചായത്ത് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി നാട്ടിക വെള്ളാഞ്ചേരി നിധിൻ എന്ന വക്കാണം കുട്ടുവിനെ കാപ്പ ചുമത്തി നാടുകടത്തി. നാടെങ്ങും ലോകകപ്പ് ആവേശം. വിദ്യാലയങ്ങളിലും ലോകകപ്പിനെ വരവേൽക്കാൻ ആഘോഷത്തോടെ ഒരുങ്ങി. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.